ഹായ്. 24/1/25 ചെയ്യുന്ന വീഡിയോ നായർ കാസ്റ്റിൽ വരുന്ന 4 കുട്ടികളുടെ ഡീറ്റെയിൽസ് ആണ് ഷെയർ ചെയ്യുന്നത്. ഡീറ്റെയിൽസ് കേട്ട് മനസ്സിലാക്കി താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറായ 9961 094 206 എന്ന നമ്പറിൽ കോൾ ചെയ്യാവുന്നതാണ്. മാരേജ് ആവശ്യത്തിന്. കുട്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. കുട്ടിയുടെ പേര് എ എന്ന ലെറ്ററിൽ സൂചിപ്പിക്കുന്നു. 31 വയസ്സായിട്ടുണ്ട്. തൃശ്ശൂരാണ് സ്ഥലം വരുന്നത്. വിശാഖാണ് അവരുടെ നക്ഷത്രം. 165 സെന്റിമീറ്റർ ആണ് ഹൈറ്റ്. വെളുത്ത കുട്ടിയാണ്. ക്വാളിഫിക്കേഷൻ പറയുന്നത് ബിടെക് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഡീറ്റെയിൽസ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യാം. അടുത്ത കുട്ടിയുടെ പേര് ബി എന്ന ലെറ്ററിൽ സൂചിപ്പിക്കുന്നു. 30 വയസ്സ്. ഉത്രാടം നക്ഷത്രം. അതേപോലെ 5'2" ആണ് ഹൈറ്റ് വരുന്നത്. ക്വാളിഫിക്കേഷൻ MS IT ആണ്. സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയാണ്, ആലങ്കോട്. അതേപോലെ അവരുള്ളത് ഓസ്ട്രേലിയയിലാണ്. ഉത്രാടം നക്ഷത്രമാണ്. അടുത്ത കുട്ടിയുടെ പേര് സി എന്ന ലെറ്ററിൽ സൂചിപ്പിക്കുന്നു. 28 വയസ്സ്. അവിട്ടം നക്ഷത്രം. 154 സെന്റിമീറ്റർ ആണ് ഹൈറ്റ് വരുന്നത്. വെളുത്ത കുട്ടിയാണ്. ക്വാളിഫിക്കേഷൻ പറയുന്നത് MSc ഫിസിക്സ് ആണ്. അവരുടെ സ്ഥലം വരുന്നത് എറണാകുളമാണ്, മാണിക്യമംഗലം ആണ് കേട്ടോ. അപ്പോൾ ഈ കുട്ടിയുടെ നക്ഷത്രം അവിട്ടാണ്. അടുത്ത കുട്ടിയുടെ പേര് ഡി എന്ന ലെറ്ററിൽ സൂചിപ്പിക്കുന്നു. 36 വയസ്സായിട്ട് ഡിവോഴ്സാണ്. ഒരു 5 വയസ്സായ ആൺകുട്ടി ഉണ്ട് എന്നുള്ളതും പറയുന്നുണ്ട്. പൂരാണ് നക്ഷത്രം. 5 അടിയാണ് ഹൈറ്റ് വരുന്നത്. വെളുത്ത കുട്ടിയാണ്. MCA ആണ് ക്വാളിഫിക്കേഷൻ. എടപ്പാളാണ് സ്ഥലം വരുന്നത്. പൂരാണ് നക്ഷത്രം. അപ്പോൾ ഈ 4 കുട്ടികളുടെ ഡീറ്റെയിൽസ് കേട്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് അനുയോജ്യമാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ 9961 094 206 എന്ന നമ്പറിൽ കോൾ ചെയ്യാം. അതുപോലെ തന്നെ മുസ്ലിം കാസ്റ്റിൽ വരുന്ന പെൺകുട്ടികൾ, അതുപോലെ ക്രിസ്ത്യൻ വിഭാഗത്തിൽ വരുന്ന പെൺകുട്ടികൾക്ക് നമ്മളുടെ ചാനൽ മുഖാന്തരം വിവാഹാലോചന കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് 1 രൂപ പോലും ചിലവില്ലാതെ ഡീറ്റെയിൽസ് അയച്ച് തരാവുന്നതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. അതുപോലെ തന്നെ ഒരു കാര്യം കൂടിയും പറയാം. നമ്മുടെ ഈ ചാനലിൽ താല്പര്യമുള്ളവർക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ എന്നുള്ളത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. വിവാഹം നടക്കാതിരിക്കുന്ന നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്ക് ഇത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരാൾക്കെങ്കിലും വിവാഹം നടക്കാനായിട്ട് ഉപകാരപ്പെടും എന്നുള്ളത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ് കേട്ടോ. നന്ദി, നമസ്കാരം.